പടത്തിനെ കുറിച്ചാണോ? പടം നല്ല പടമായിരുന്നു ബ്രോ. ചേട്ടാ അത് മെയിനായിട്ട് ഇത് എക്സ്പെരിമെന്റൽ മൂവിയാണ്. എക്സ്പെരിമെന്റൽ മൂവി വിത്ത് ഭയങ്കര കോമഡി എലമെന്റ്സ് ഉണ്ട്, സർക്കാസം രീതിയിൽ. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ആൾക്കാരെയൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് മൂവിയാണ്. പ്രശാന്തിന്റെ സിനിമകൾ കണ്ട ആൾക്കാർക്ക് ഈ പടം എന്തായാലും ഇഷ്ടവും. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. എല്ലാവരും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആൾക്കാരെയും ട്രോളി നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്, വർക്കായിട്ടുണ്ട് പടം നല്ല രീതിയിൽ. നല്ല പടമാണ്. എക്സ്പെരിമെന്റ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം. നല്ലതാണ്, കണ്ടുനോക്ക്. ഇത്ര പറയണം. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അടിപൊളി പടം, നല്ലൊരു ഫ്യൂച്ചർ സിനിമ എന്ന് തന്നെ പറയണം. പ്രശാന്ത് ഏട്ടൻ കിടിലനായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ മെയിനായിട്ട് എടുത്തു പറയുന്നത് അതേപോലെ പെർഫോമൻസ് ആണ്. രജീഷ കിട്ടു പെർഫോമൻസ്, നിരഞ്ജ് വേറെ ലെവൽ അവർ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല രജീഷ വേറെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതേപോലെ നിരഞ്ജ്, അതേപോലെ ദിവ്യപ്രഭ കോമഡിയൊക്കെ വേറെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സയൻസ് അല്ല, ഇറ്റ്സ് എ ഫ്യൂച്ചർ സയൻസ്. അത് നന്നായി, നിങ്ങൾക്ക് ഇടയ്ക്ക് കിട്ടണം. ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങളെ മാത്രം ട്രോളിയെ പോലെ പടം നല്ലായിരുന്നു. അത് ഇറ്റ്സ് ലൈക്ക് മെമ്മറീസിനെ കുറിച്ചാണെന്ന് പറയുന്നു, ബട്ട് അങ്ങനെ ഒരു ട്രൂ മെമ്മറി ഇന്ന് ഉണ്ടാക്കാൻ പറ്റി. ഇറ്റ് വാസ് എ ഡിലൈറ്റ്ഫുൾ മൂവി. 2.5 മണിക്കൂർ ഭയങ്കര എൻഗേജിംഗ് ആണ്. ടോട്ടലി ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. 24/6/20 നമ്മള് 2020 വിഷൻ ചെയ്യുന്നത്, ലൈക്ക് നമ്മൾ എൻവിഷൻ ചെയ്യുന്നത് പോലെ തന്നെ, ബട്ട് നമ്മുടെ കൺമുന്നിലത് കാണാൻ പറ്റിയൊരു സന്തോഷം. അത് പക്ഷെ ഒരു ന്യൂ ടേക്ക് ആയിരുന്നു എന്ന് തോന്നുന്നു. ലൈക്ക് ഞാൻ കോമഡി ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞാനൊന്നും പ്രതീക്ഷിക്കാതെ വന്നതാണ്. സോ ഇറ്റ് വാസ് വെരി ഡിലൈറ്റ്ഫുൾ.